ഇത് ഈ സമൂഹത്തിനോടുള്ള വെല്ലുവിളിയല്ലേ? ഈ സമൂഹത്തിനോടുള്ള ഒരു രാഷ്ട്രീയ ബോധം, ഉത്തരവാദിത്ത ബോധമുള്ള ഒരു യുവജന സംഘടന എന്ന നിലക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഈ സമരം എങ്ങനെ അപഹാസ്യ സമരമാവും? ഈ സമരം എങ്ങനെ രാഷ്ട്രീയ പാപ്പരത്വമാവും? ചെയർപേഴ്സന്റെ പോസ്റ്റിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇത് പോലീസ് അധികാരികളും ആശുപത്രി അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്നാണ്. ചാവക്കാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഈ സംഭവമായി ഉണ്ടായിട്ടില്ല. ചാവക്കാട് താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ടും PV സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. വീഴ്ച ഉണ്ടായത് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത നിസാമുദ്ദീന്റെ പോസ്റ്റ്മോർട്ടത്തിന്റെ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇടപെട്ട് നടത്താം എന്ന് പറഞ്ഞ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ചെയർപേഴ്സണും പ്രദേശത്തെ CPM-ന്റെ നേതാക്കൾക്കും മാത്രമാണ്. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ശനിയാഴ്ച രാവിലെ തൊട്ട് അദ്ദേഹത്തിന്റെ ഫോൺ ഓഫാണ്. അദ്ദേഹത്തെ നിരന്തരം വിളിക്കുകയാണ് നിസാമുദ്ദീന്റെ ബന്ധുക്കൾ. ചെയർപേഴ്സനെ വിളിച്ചു, ചെയർപേഴ്സൺ ഫോൺ എടുക്കുന്നില്ല. മറ്റാളുകളെ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ നിരുത്തരവാദപരമായ പെരുമാറ്റം മൂലം നിസാമുദ്ദീന്റെ കുടുംബത്തിനോട് കാണിച്ച ഈ ഗുരുതരമായ അനാസ്ഥ, അതിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം നടത്തിയിട്ടുള്ളത്. ഇതൊരു മൃതദേഹത്തിനോട് കാണിച്ച അനാദരവാണ്. ആ അനാദരവിനെതിരെ നിങ്ങൾ കേസെടുക്കണം. പണ്ടിതുപോലെ അനാദരവ് കാണിച്ച് ഇവരുടെ തന്നെ പരാതിയിൽ കേസെടുത്ത ചരിത്രം ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയാണ് ഇത് അനാദരവാണ്. ഇത്ര വൈകിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അഹങ്കാരത്തിന്റെ ഹൂട്, അഹങ്കാരത്തിന്റെ ധിക്കാരമാണ് ചെയർപേഴ്സണെ കൊണ്ട് അത് പറയിപ്പിച്ചത്. പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന്. പ്രിയപ്പെട്ട ചെയർപേഴ്സൺ, നിങ്ങൾക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റുമോ? പിണറായി വിജയനല്ലേ കേരളം ഭരിക്കുന്നത്, നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ 10 മണി പറഞ്ഞില്ലേ ഡോക്ടറാണ് ഇതിന് കാരണക്കാരെന്ന്? എന്നാൽ ആ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഡോക്ടർക്കെതിരെ നടപടിയെടുത്താൽ അപ്പൊ കാണാം ഇവിടുത്തെ താലൂക്ക് ആശുപത്രി മെഡിക്കൽ കോളേജുമൊക്കെ സ്തംഭിക്കുന്നത് നിങ്ങൾക്ക് അപ്പൊ കാണാം. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ, ഈ നഗരസഭാ ഭരണത്തിന് തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ ആരോപിച്ച ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയണം. നടപടിയെടുക്കാൻ കഴിയില്ല, കാരണം ഡോക്ടർ നിരപരാധിയാണ്. നടപടിയെടുക്കേണ്ടത് നിങ്ങൾക്കെതിരെയാണ്. ആ നടപടി ജനങ്ങൾ, ഈ നഗരസഭയിലെ ജനങ്ങൾ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് വരും നാളുകളിൽ നിങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.